നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ ഒരുപാട് പേഷ്യൻസ് പറയുന്നൊരു കാര്യമാണ്, ഫേസ് എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കും, മുഖത്ത് ചിലപ്പോഴൊക്കെ കുരു വരാറുണ്ട്. പക്ഷേ ഈ മൂക്കിൻ്റെ കാര്യമാണ് എപ്പോഴും പ്രശ്നം. മൂക്കിൽ പലപ്പോഴും ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വരുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ കറുത്ത കുത്തു പോലെ ഇരിക്കുന്നു. ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മളിപ്പം പാർലറിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് അത് റിമൂവ് ചെയ്താലും പിന്നെയും വരുന്നു. ഇതിന് ശാശ്വതമായിട്ടുള്ള എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. അപ്പോൾ ഇതിന് ശരിക്കും പറയാനുള്ളത്, ഇപ്പം നമ്മൾ എക്സാമിൻ ചെയ്യുന്ന സമയത്താണ് ഇത് സെബേഷ്യസ് ഫിലമെൻറ്റ്സ് ആണോ അല്ലെങ്കിൽ ഹെയറിൻ്റെ ഫിലമെൻറ്റ്സ് ആണോ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ 2-3 രീതിയിൽ ഇത്തരത്തിൽ നമുക്ക് കാണാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അത്തരത്തിലുള്ള കാര്യങ്ങൾ. വൈറ്റ് ഹെഡ് ഇരുന്ന് അത് ഓക്സിഡൈസ് ചെയ്ത് പിന്നെ അത് ബ്ലാക്ക് ഹെഡായി അങ്ങനെ അത് അവിടെ അങ്ങനെ തറച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു കണ്ടീഷനുണ്ട്. ഇനി ഇതല്ലാതെ ഈ സിബം തന്നെ, അതായത് നമ്മുടെ ഓയിൽ സെക്രേഷൻ ഉണ്ടല്ലോ, അത് തന്നെ ഇങ്ങനെ ഒരു നൂല് പോലെ വന്നിട്ട് അത് ജസ്റ്റ് അകത്തേക്ക് അങ്ങ് ഇരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എടുക്കുമ്പോൾ പ്ലക്ക് ചെയ്ത് എടുക്കുമ്പോൾ നമുക്കതിങ്ങനെ ഒരു നൂല് പോലെ ഒന്നും കിട്ടും. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ചെറിയ പോറ് പോലെ ഫോം ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് എടുത്താലും ഇത് വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ചെയ്ത് മടുത്തു, അല്ലെങ്കിൽ മൂക്കിൽ കൂടുതൽ കുഴി വീഴുന്നു, ഓപ്പൺ പോഴ്സ് വീഴുന്നു, അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഇത് എടുക്കുന്നതിൻ്റെ വേദന, പിന്നെ അത് എടുത്തു കഴിയുമ്പോൾ ഒരുപാട് പ്രഷർ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത് പാട് വരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഈ 2 കേസസും അല്ലാതെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ ഫിലമെൻറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ പലപ്പോഴും ഈ നമ്മൾ ഹെയർ ഇങ്ങനെ കട്ടിയുള്ള ഹെയർ അല്ലാതെ മൂക്കിലുള്ള രോമം തന്നെ കുറച്ചും കൂടെ ഒരു 3-4 രോമം പോലെ ഇങ്ങനെ നിന്നിട്ട് അത് നമ്മൾ നോക്കുമ്പോൾ മുകളിൽ നോക്കുമ്പോൾ ഒരു കറുത്ത കുത്തുകളായി നോക്കിയാലും അത് ഈ രോമമായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിന് ശാശ്വതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ഹെയർ റിഡക്ഷനാണ്. അത് ഓരോ സിറ്റിംഗ് എടുക്കുന്നതിനനുസരിച്ചും അത് പതുക്കെ കുറയുന്നത് വെച്ചാൽ അതിൻ്റെ കട്ടി അനുസരിച്ചാണ്. എന്ന് വെച്ചാൽ ഇപ്പം നല്ല കട്ടിയായിട്ട് നല്ല കറുപ്പായിട്ട്, ഇപ്പം പ്രത്യേകിച്ച് പുരുഷന്മാർക്കാണ് കൂടുതൽ അത്രയും കട്ടിക്ക് വരുന്നത്. ചില സ്ത്രീകൾക്കും വരും കേട്ടോ. നല്ല ബോഡിയിൽ നല്ല ഹെയർ ഗ്രോത്ത് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കാണുന്നത് പലപ്പോഴും ഇതേപോലെ തന്നെ മൂക്കിൽ ഇപ്പം ഹെയർ റിഡക്ഷനൊക്കെ വരുമ്പം ഈ മീശയും താടിയും അല്ലെങ്കിൽ ഇവിടെ കഴുത്തിൻ്റെ ഭാഗത്തുമൊക്കെ എടുക്കുമ്പോൾ ഇവിടെ കൂടുതൽ കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെയും കൂടെ ചെയ്താൽ മാത്രമേ നമുക്കത് കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് മാറ്റാനും പറ്റും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നോസ്ട്രിപ്സ് ആണ് മിക്കവാറും ആൾക്കാർ ആശ്രയിക്കുന്നത്. നോസ്ട്രിപ്സിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അത് താൽക്കാലികമായിട്ട്, അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാം ഓയിലായാലും അതുപോലെ തന്നെ ഫിലമെൻറ്റ്സ് ആയാലും എല്ലാം നമ്മൾ അങ്ങനെ വലിച്ചെടുക്കുക. ഒന്ന് ഇറിറ്റേഷൻ, സ്കിൻ ഇറിറ്റേഷൻ വരും. 2 പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ എടുക്കും തോറും അങ്ങോട്ട് എക്സസ് ആയിട്ടുള്ള ഓയിൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് വരും. മാത്രമല്ല ഹെയർ ഫോളിക്കിൾ ഹെയർ ആയി എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും റീഗ്രോ ചെയ്യും. അതായത് വിത്തിൻ ഒരു 1 or 2 monthsനകത്ത് വീണ്ടും ഇതേപോലെ തന്നെ വരും. അപ്പോൾ നമുക്ക് വേദന വരും, സ്കിൻ ഇറിറ്റേഷൻ, സ്കിൻ ഡ്രൈനെസ്, പിന്നെ പെർമനൻ്റ് ആയിട്ടൊരു ഡാമേജും വരും. അപ്പോൾ ഇതൊക്കെ പ്രശ്നമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹെയറിൻ്റെ പ്രശ്നമാണെങ്കിൽ നമ്മൾ ലേസർ ഹെയർ റിഡക്ഷനാണ് ഒരു നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. അതല്ല ഇനി ഈ പറഞ്ഞതുപോലെ എണ്ണമയം കൂടിയിട്ട് സിബത്തിൻ്റെ ഓക്സിഡേഷൻ കാരണം അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവിൽ നമുക്ക് ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. ക്ലിനിക്കിൽ ചെയ്യുന്ന ഇപ്പം ചിലർ മൂക്കിൽ മാത്രം ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളവരുണ്ട്. അവർക്ക് അവിടെ മാത്രം നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് മെഡിസിൻസ് കൊടുക്കുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അത് പതുക്കെ അങ്ങനത്തെ ഒരു ടെൻഡൻസി കുറഞ്ഞ് മൂക്ക് നല്ല എന്താ പറയുക ക്ലീനായി മാറുകയും ചെയ്യും. മറ്റൊന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചിലർ ഇങ്ങനെ ഞെക്കിയൊക്കെ എടുക്കാൻ നോക്കും. അപ്പോൾ ഒന്നത് പുറത്തേക്ക് വരില്ല എന്നുള്ളത് മാത്രമല്ല, പുറത്തേക്ക് വന്നാൽ അവിടെ ഒരു കുഴി പോലെ ഫോം ചെയ്യും. അപ്പം നമ്മളത് പ്രോപ്പർ ഒരു വെയിലല്ല ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പൺ പോഴ്സ് വരാനുള്ളൊരു സാധ്യതയുണ്ട്, സ്കിൻ ഡാമേജും വരാനുള്ള സാധ്യതയുണ്ട്, പാടും വീഴാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് ക്ലിനിക്കിൽ ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഒപ്പം അല്ലാതെ ഇപ്പോൾ ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഓയിലും ഡേർട്ടും ഒക്കെ ഇരുന്ന് അക്യുമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, പക്ഷെ മുഖത്ത് എല്ലായിടത്തും നമ്മൾ ചിലപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇങ്ങോട്ട് ഡ്രൈ ആയിട്ടുള്ളവരുണ്ട്, മൂക്കും ഈ ടീ സോൺ മാത്രം ഓയിലി ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവിടെ മാത്രം ഒരു മൈൽഡ് സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷോ സീറമോ എന്തെങ്കിലും യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ ട്രീറ്റ്മെൻറ്റ് സൈഡ് ഇതാണ്. അത് ചെയ്തിട്ട് ശരിയാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതിലേത് കണ്ടീഷനാണെന്ന് നമ്മൾ അറിയണം. ഹെയർ ഫോളിക്കിളിൻ്റെ പ്രശ്നം, ഹെയർ ആൻഡ് പ്രശ്നമാണോ, അതോ ഇതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് വന്നിട്ട് അങ്ങനെ വരുന്ന പ്രശ്നമാണോ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു 12 വയസ്സൊക്കെ കഴിഞ്ഞ് 15 വയസ്സ് കഴിയുമ്പോഴായിരിക്കും കൂടുതൽ ഇങ്ങനെ വരുന്നത്.
അപ്പോൾ ആ പ്രായം മുതലേ നമുക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാം. നമ്മുടെ മെഡിസിൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പിന്നെ കൂടുതലായിട്ടുള്ള ഓയിൽ, ഇപ്പോൾ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ ഓയിലി ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്. ഒരുപാട് എണ്ണ പലഹാരങ്ങൾ, മധുരം, പിന്നെ മട്ടൺ, ബീഫ് അങ്ങനത്തെ ഉള്ള കുറച്ച് ഫാറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. പിന്നെ ഹെയറിൻ്റെ ഇതാണെങ്കിൽ നമ്മൾ പറയുന്നത് ലേസർ ഹെയർ റിഡക്ഷൻ തന്നെയായിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഈ നോസ്ട്രിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്.